ഇന്ന് നമ്മുടെ നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഇന്നൊരു പക്ഷേ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വളരെയേറെ രസകരവും അതേസമയം ഗൗരവകരവുമായിട്ടുള്ള ഒരു പരാമർശമല്ല, ഒരു നെടുങ്കൻ നീളത്തിലുള്ള പരാമർശമാണ് നടത്തിയത്. അതിൽ പറയുന്നത് ഈ നടിയുടെ അഭിഭാഷക എന്ന് പറയപ്പെടുന്ന ആളിനെ കുറിച്ചാണ്. അതെ, നടിയുടെ അഭിഭാഷകം പറയാനേ പറ്റുള്ളൂ. വക്കാലത്തരത്തിലുണ്ടോ നമുക്കും അറിയില്ല. ആ പ്രോസിക്യൂട്ടർ എന്തിനാണ് നടന്നു എന്നുള്ള ചോദ്യം അവകാശപ്പെടുന്നു. നടി നിഷേധിക്കുന്നില്ല, ഇവിടുത്തെ നമ്മുടെ സാമൂഹിക മാധ്യമങ്ങൾ നിഷേധിക്കുന്നില്ല, ആരും നിഷേധിക്കുന്നില്ല. അതുകൊണ്ട് ഈ മിനി എന്ന് പറയുന്ന അഭിഭാഷക നടിയുടെ അഭിഭാഷകയായി മാറിയിരിക്കുകയാണ്. എനിക്കൊന്നൊരു പിൻവാതിൽ അഭിഭാഷക ടി വി മിനി. എന്തായാലും വളരെ സരസമായിട്ടാണ് നമുക്ക് തോന്നി. ആ കോടതി പറഞ്ഞിരിക്കുന്നത് ഫാക്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുകയാണല്ലോ, ഓപ്പൺ കോർട്ടിൽ പറഞ്ഞത് തന്നെയല്ലേ. അത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കണം പറഞ്ഞിരിക്കുന്നത്. അത്രയും തന്നെ, കാരണം ഇത്രയും ഗൗരവമേറിയ ഒരു കേസ്, നടിയെ ആക്രമിച്ച കേസ്, വളരെ ചൂടുപിടിച്ച വിചാരണ, പലപ്പോഴും ഇൻ ക്യാമറ വിചാരണകളാണ് നടന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സമയം നടിയുടെ അഭിഭാഷക എന്ന പേരിൽ ഈ അഭിഭാഷക അവിടെ വന്നിരുന്ന് ഉറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത് കോടതിയുടെ. താപ്പള വന്ന 10 ദിവസം അങ്ങണ്ടാണ്, അതിൽ തന്നെ അരമണിക്കൂർ അവിടെ ഇരിക്കാറുള്ളൂ. ആ സമയം ഉറങ്ങുകയായിരുന്നു. ഉറങ്ങാൻ വേണ്ടി കോടതിയിൽ വന്നതുപോലെയാണ്. അപ്പൊ ഈ വിസ്താരവും വിചാരണയും ഒന്നും കേൾക്കാതെയാണെന്ന് തോന്നുന്നു ഈ പുള്ളിക്കാരി പുറത്തിറങ്ങിയിട്ട് നടിയെ ആക്രമിച്ച കേസിൽ നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. രൂക്ഷമായ വിമർശനം നടത്തി. എനിക്ക് തോന്നുന്നത് ഇവരുടെ ഈ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അടുത്ത ദിവസം ഒരു നിയമോപദേശം പോലും മേൽക്കോടതിയിലേക്ക് വേണ്ട നിയമോപദേശം വന്നിരിക്കുന്നത് പോലും ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു. അതെ, അല്ല മാത്രമല്ല, ഇതിന് സമാനമായ ഒരു സംഭവം പണ്ടുണ്ടായിട്ടുണ്ട്. ഈ മറിയം റഷീദയുടെ അന്നത്തെ കേസ് വന്നപ്പോൾ 2 വക്കീലന്മാർ ഒരുമിച്ച് വന്നു. അതിൽ ഒരു വക്കീലിന് വക്കാലത്തില്ലായിരുന്നു. ഇതുപോലെ വന്ന കാര്യം പബ്ലിസിറ്റി ഇടുന്ന കേസാണ് ഇത്. അവകാശപ്പെട്ട ഒരാൾ കയറി വന്നു. പണ്ട് സോളമൻ രാജാവിന് മുമ്പ് കൊച്ചിനെ കൊണ്ട് കഥയാണ് ഓർമ്മ വരുന്നത്. ഞാൻ വീട്ടിൽ എൻ്റെ ഭാര്യ അഭിഭാഷകയാണ്. ഞാൻ ചോദിച്ചിരുന്നു ഈ ടി വി മിനി എവിടെ റോൾ എന്തായിരിക്കും. പുള്ളിക്കാരിയും സംശയം പ്രകടിപ്പിച്ചത്. എന്താ പ്രോസിക്യൂട്ടർ ഉണ്ടല്ലോ, അത് വളരെ സീനിയറായിട്ടുള്ള അദ്ദേഹം തന്നെയാണ് അവിടെ ഉള്ളത്. അങ്ങനെ പ്രോസിക്യൂട്ടർ ഉള്ളപ്പം പ്രോസിക്യൂട്ടർ സഹായിക്കാനാണോ എന്നൊന്നും പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു വക്കീൽ, ഞാനാണ് ഈ അതിജീവിതയുടെ വക്കീലെന്ന് പറഞ്ഞാൽ അവിടെ കയറി ഇരിക്കുക എന്ന് പറയുമ്പോഴേ അത് വളരെ വിചിത്രമായ കാര്യമാണത്. അതിലൊക്കെ ഉപരി തെറ്റായ ഒരു കീഴ്വഴക്കം കൂടിയാണല്ലോ. കോടതിയെ വിമർശിച്ചു എന്നുള്ളത് കോടതിയുടെ മുന്നിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു വിധി പറയും. അതെ, ആ വിധിയെ വിമർശിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇത് കോടതിക്കുള്ളിലല്ല, പുറത്തിറങ്ങി മാധ്യമങ്ങളോടാണ് വിമർശനം നടത്തുന്നത്. ഈ വിമർശനം നടത്തിയതിൻ്റെ പേരിൽ ഇന്നിപ്പോൾ കോർട്ടലക്ഷ്യ കേസ് പരിഗണിക്കുമ്പോഴാണ് കോടതി ഇത്തരം ഒരു ചോദിച്ചു. അതാണ്. അപ്പൊ ആ സമയത്ത് അദ്ദേഹമില്ല. അപ്പൊ വീണ്ടും പുള്ളിക്കാരി ഇപ്പോൾ വൈകിട്ട് പ്രതികരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. മനുഷ്യരല്ലേ, ചൂടല്ലേ, ചിലപ്പോൾ ഉറങ്ങിപ്പോകുന്നു. വേറെ വലിയ രസകരമായ സംഭവം, ഫ്രാങ്കോ കേസിൽ ഇരയുടെ അഭിഭാഷകയാണെന്ന് പറയപ്പെടുന്നു. ഈ പുള്ളിക്കാരി ഇരയുടെ അഭിഭാഷകയാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ഒരു പ്രമാദമായ ഒരു ഇന്റർവ്യൂ പുറത്തു വിട്ടല്ലോ, വളരെ ചർച്ച ചെയ്യപ്പെട്ട ഇരയുടെ ഇന്റർവ്യൂ പുറത്തു വിട്ടു. അപ്പോൾ ആ ഇന്റർവ്യൂ വന്നപ്പോഴാണ് അതിനകത്ത് പിന്നെ ഇര പറഞ്ഞതാണ് ഇവരെ അവരുടെ അഭിഭാഷകയായിരുന്നു. മാത്രമല്ല ചാനൽ ചർച്ചകളിലെല്ലാം നിരന്തരമായി പങ്കെടുത്തുകൊണ്ടിരുന്ന ഇവരാണ്. അതിലെല്ലാം എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. അത് ചെയ്ത് എവിടെ അഭിഭാഷക എന്നാണ് എഴുതി കാണിച്ചിട്ടുണ്ടെന്ന്. അല്ല, ഈ ചാനൽ ചർച്ചകളിലെല്ലാം ഇവരുടെ പോയിന്റ് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാതെ കടന്ന് മെഴുകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ്. ഈ പുള്ളിക്കാരിക്ക് സംസാരിക്കാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് ആരെങ്കിലും ഒരു വളരെ റെലവൻ്റായ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ ഈ അഭിഭാഷകയ്ക്ക് സാധിക്കാറില്ല. എന്താണെങ്കിലും കോടതി ഇന്ന് പൊളിച്ചു കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഒരു അജണ്ട കൂടിയാണെന്ന് പറയാം. അത് ശരിയാണ്. കാരണം നമ്മൾ മാധ്യമങ്ങൾ ഇതിനെ ചർച്ചയ്ക്ക് ആളുകളെ വിളിക്കുമ്പോൾ ആരെയാണ് ഏതാണെന്ന് നോക്കിയിട്ട് വിളിക്കണം. നമ്മളും പണ്ട് ചാനൽ ചർച്ചയിൽ ആളെ പലപ്പോഴും വിളിക്കുമായിരുന്നു. പക്ഷേ നമ്മളെപ്പോഴും കൃത്യമായി ആരാണെന്ന് അന്വേഷിച്ചിട്ട് മാത്രമേ നമ്മൾ ആളെ വിളിക്കാറുള്ളൂ. ആരെങ്കിലും വിളിച്ച് ചർച്ച നടത്തുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങളിലൊന്നതാണ്. ഇത് ഒരു പ്രാതിനിധ്യം എന്നുള്ള നിലയിലാണ് ഇവരെ വിളിക്കുക. പിന്നെ മാത്രമല്ല, ഇവര് പ്രോസിക്യൂട്ടർ അല്ലല്ലോ, കേസ് നടത്തിയത് പ്രോസിക്യൂഷനാണ്. പിന്നെ നടിയുടെ അഭിഭാഷക എന്ന പേരിൽ ഇവർ ചാനലിൽ കയറിയിരുന്ന ആധികാരികമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിജീവിതയുടെ നിയമ ഉപദേഷ്ടാവെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അംഗീകരിക്കാം. അതിന് പകരം അഭിഭാഷകയുടെ അതിജീവിയുടെ അഭിഭാഷക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കുറേ കയറിയിരുന്ന് കുറച്ച് വായി തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നു, അവർ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നു, പറയുന്നു. അതിനുശേഷം വിമർശനം ഉന്നയിക്കും. ഇപ്പോൾ നമുക്കറിയാം, മറുനാടൻ്റെ എഡിറ്റർക്കെതിരെ വരെ അവർ പരസ്യമായിട്ട് വിമർശനം ഉന്നയിച്ചു. കാരണം അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം പറഞ്ഞത് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറഞ്ഞ പൊള്ളത്തരങ്ങളെയും വിഡ്ഢിത്തരങ്ങളെയും മണ്ടത്തരങ്ങളെയും പുള്ളി വിമർശിച്ച ഒരു വീഡിയോ ചെയ്തു.
അതിന്റെ പേരിൽ മറുനാടൻ അവരെ വേട്ടയാടുകയാണെന്നാണ്. ഈ വിമർശിച്ച ആള് നിയമവിരുദ്ധകാരിയാണെന്നുള്ള കാര്യം അവർ ഓർക്കണം. അതെ, അദ്ദേഹം വിമർശിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണെന്നും അറിയാം. കോടതിയുടെ വിധികളും കോടതിയുടെ നിരീക്ഷണങ്ങളും അതിന് ഈ അഭിഭാഷക കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളും എതിർത്തുകൊണ്ടാണ്, അത് പൊള്ളത്തരമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിമർശിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് മറുനാടൻ എന്നെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ് ഇവർ എല്ലാത്തിൻ്റെയും മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങളുമൊക്കെ തന്നെ നേരത്തെ ചാനലുകളിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇവർ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ അതൊക്കെ തന്നെ വേറെ എന്തെങ്കിലും സാമൂഹിക വിഷയങ്ങളിലാണ്, പൊതുവെ സ്ത്രീകളെ ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ. അതല്ലാതെ ഇതിപ്പോൾ നേരെ തിരിച്ചാണ്, അതിജീവിതയുടെ തന്നെ അഭിഭാഷക എന്ന് പറഞ്ഞു വരുമ്പോഴേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അത് ഒന്നുകിൽ എനിക്ക് തോന്നുന്നു പ്രമാദമായ കേസുകൾ ഏറ്റെടുക്കുക എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവും. ഇപ്പം നമുക്കറിയാം ആളൂർ ബി എ ആളൂർ വന്ന് പിടിച്ച ഏതെങ്കിലും കേസ് വിജയിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? അറിയാവോ? ഇല്ല. പക്ഷെ പുള്ളി എന്ത് ചെയ്യുന്നു? പ്രമാദമായിട്ടുള്ള ചർച്ച ചെയ്യപ്പെടുന്ന കേസുകൾ അദ്ദേഹം അങ്ങോട്ട് കയറി നമ്മൾ ഈ ഓട്ടോ പിടിച്ച് ചെന്ന് പിടിച്ചോണ്ട് വരിക എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം പിടിച്ചോണ്ട് വരുന്നു. ഇനി കേസ് തോറ്റാലും പുള്ളിക്ക് വിഷയമല്ല, പക്ഷെ അപ്പോഴത്തേക്ക് എന്ത് ചെയ്തി? അങ്ങേരുടെ ഗ്രാഫ് ഉയരുകയാണ്. കാരണം പ്രമാദമായ ആളൂരിനെ എല്ലാവർക്കും അറിയാമായിരുന്നു. അല്ല, ഒരുപാട് അഭിഭാഷകർ ചാനൽ ചർച്ചയിലൂടെ ഒരുപാട് കേസ് ഉണ്ടാക്കി ഒരുപാട് വക്കീലന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ചാനൽ ചർച്ചയിൽ സ്ഥിരം പങ്കെടുത്ത് ഈ അവരെ വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരെ ആളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരു മാധ്യമത്തിൽ നിന്ന് സംസാരിക്കുന്ന ആധികാരികമാണെന്ന് കരുതുന്ന ഒരുപാട് ആൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതിനകത്ത് ഇവരുടെ ഈ മിനിയുടെ ഒരു നേട്ടം എന്താണെന്നറിയാം. കാരണം ദിലീപ് കുറ്റക്കാരനായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. കേരള സമൂഹത്തെ രണ്ടായിട്ട് പകുത്താൽ ഏതാണ്ട് ഒരു 80%-90% പേരും ദിലീപ് കുറ്റക്കാരനാണെന്നും അയാളുടെ സ്വാധീനം ഉപയോഗിച്ച് അയാൾ കേസിൽ നിന്ന് ഊരിപ്പോയി തെളിവുകൾ നശിപ്പിച്ചു എന്നും വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ അത്രയുള്ള ആ ബഹുഭൂരിപക്ഷത്തിന്റെ മുന്നിൽ വന്നിരുന്ന് ഇവർക്ക് എന്തും പറയാം, എന്താ ഗ്രൗണ്ട് സപ്പോർട്ട് ഇവർക്ക് കിട്ടും. ഇപ്പം അതിനെതിരെ ഇപ്പൊ കോടതി വിധി അടിസ്ഥാനമാക്കിയാണെങ്കിൽ ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ അവർക്ക് തെറിയാ കിട്ടുന്നത്. തെറിവിളി മാത്രമല്ല, ഇയാൾ ദിലീപിന്റെ പൈസ വെച്ചോണ്ട് ചെയ്യുന്ന ആളാണെന്ന് അദ്ദേഹം തന്നെയാണ് കോടതിയെ വ്യാഖ്യാനിക്കുന്നത്. സത്യത്തിൽ എനിക്ക് ശ്രീജിത്ത് പണിക്കരുടെ അത് കണ്ടപ്പോഴാണ് എനിക്ക് ഇതിന്റെ കൃത്യമായ കാര്യം മനസ്സിലാക്കുക. നമുക്ക് ഇത്രയും വലിയ വിധിനെ നമുക്ക് പഠിക്കാൻ നമുക്ക് സമയം കിട്ടൂല. അദ്ദേഹം വളരെ കൃത്യമായിട്ട് എന്താണ് വേണ്ട, എന്താണ് അതിലൊക്കെ കണ്ടത്. 1000-ലധികം പേജ് വരുന്നു. അത് മാത്രമല്ല ഓരോന്നും സീക്വൻസ് ആയിട്ട് വരികയാണല്ലോ. ഇതിന്റെ ഓരോന്നും എവിടെയാണ് ഇവർ കൊണ്ടുവന്ന തെളിവുകൾ തട്ടിച്ചു നോക്കുമ്പോൾ ഇത് പോയിരിക്കുന്ന എവിടെയാണെന്നുള്ള ഭാഗങ്ങളെല്ലാം കൃത്യമായ വിധിയിൽ പറയുന്നുണ്ട്. ആ വിധിയെ നമ്മുടെ സമൂഹം മാനിക്കാതിരിക്കുന്നതിനുള്ള കാരണം ഇതുപോലുള്ള അഭിഭാഷകരാണ്. ഇവർ പുറത്തിറങ്ങി കമന്റ് പറയുന്നു. കാരണം അവരുടെ കഴിവുകേട് മറയ്ക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു കമന്റ്. അവരെ കഴിവ് തെളിയിക്കാനുള്ള അവസരം അവർക്ക് അവിടെ ഇല്ലേന്ന് തന്നെ. കാരണം പ്രോസിക്യൂട്ടർ നിൽക്കുമ്പോൾ ഇവരെന്ത് പറയാൻ അവിടെ ചെന്നിട്ട് ഒന്നുമില്ല. അപ്പൊ അവരുടെ ഭാഗത്ത് അവര് ഈ വിധി വരുന്നതിന് മുമ്പ് ചാനലുകളുടെ മുന്നിൽ വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങളല്ല അമ്പേ വാളിപ്പോയപ്പോ അവര് കോടതിയെ അല്ല മാത്രമല്ല ആലോചിക്കും. നാളെ മറ്റൊരു അതിജീവിത ഒരാൾ വരികയാണെന്നിരിക്കട്ടെ, അവർക്ക് വേണ്ടി സർക്കാർ പ്രോസിക്യൂട്ടർ വയ്ക്കും. അവർ പറയണം ഇതുപോലെ ഒരു വക്കീലിനെയും കൂടെ വേണമെന്ന് ആവശ്യപ്പെടും. ആരും ഇത് ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല ഈ അതിജീവത ഇവർക്ക് ഫീസ് കൊടുത്തുകൊണ്ട് വെച്ചൊരു വക്കീലാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം അങ്ങനെയാണെങ്കിൽ അതിജീവിതം വളരെ സമ്പന്നയായ ഒരാൾ അതൊന്ന് ഉറപ്പായിരിക്കുമല്ലോ. അവർ വളരെ ആസ്തിയുള്ള ഒരാൾ തന്നെയാണ്. അങ്ങനെ ഒരാൾക്ക് വലിയ വക്കീലിനെ കൊണ്ട് അവിടെ വയ്ക്കാമായിരുന്നു. വലിയ ലക്ഷങ്ങൾ പ്രതിദിനം വക്കീലിനെ വയ്ക്കാമായിരുന്നല്ലോ സ്വാഭാവികമായി. ഈ കോടതിയുടെ പരാമർശം ഉണ്ടല്ലോ, ഇന്നത്തെ പരാമർശം വളരെ ഞെട്ടിക്കുന്നതാണ്. അതായത് 10 തവണ പോലും ഇവർ ഈ കേസിന്റെ വിചാരണയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. വന്നപ്പോഴൊക്കെ തന്നെയും 20 മിനിറ്റ് പോലും തികച്ച് അവരവിടെ ഇരുന്നിട്ടില്ല. ഇനി അഥവാ അത്രയും നേരം ഇരുന്നെങ്കിൽ അവരവിടെ ഇരുന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ അതിന് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞ ഇപ്പം പിന്നെ ചൂടൊക്കെ അല്ലേ പുള്ളേ, ആരായാലും ഉറങ്ങിപ്പോവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല ഞാനില്ലെങ്കിൽ എൻ്റെ ജൂനിയേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത്രയും പ്രമാദമായ ഒരു കേസാണെന്ന് ഓർത്തു. ഈ ജൂനിയേഴ്സിനെ പറഞ്ഞു വിട്ട്, അപ്പോൾ ജൂനിയേഴ്സിൽ അത്രയ്ക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത് ഞാൻ കൈകാര്യം ചെയ്താൽ ശരിയാവില്ല, ജൂനിയർ പോയെങ്കിൽ ഇത് ശരിയാവൂ എന്നുള്ള ഒരു. ഏതായാലും ഇത് വളരെ വിചിത്രമായ ഒരു അവസ്ഥ തന്നെയാണ് നമ്മളായിട്ട് സംഭവിച്ചിട്ടുള്ളത്. അതായത് കോടതിയുടെ ഇന്നത്തെ ഈ ഒരു പരാമർശം അത് വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് നമ്മളെല്ലാവരും നോക്കിക്കാണേണ്ടത്. തീർത്തും റെലവൻ്റ് ആയിട്ടുള്ള ഒരു പരാമർശമാണ്. ഇത് തുടർ ദിവസങ്ങളിൽ ഈ കോടതിയലക്ഷ്യം സംബന്ധിച്ച കേസാണ് പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കൂടുതൽ നടപടികളുമായിട്ട് കോടതി മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. ഇത്തരം കള്ളനാണയങ്ങൾ പൊളിച്ചു കാട്ടപ്പെടുക തന്നെ വേണം.